അപ്പോൾ എല്ലാവർക്കും STK അക്കാദമിയുടെ +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്. നമുക്കറിയാം എക്സാമിന് എല്ലാ വർഷവും SA ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് അഥവാ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക. പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന റിസൾട്ട് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടി അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ഒരു സ്ഥാപനം തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ മൂന്നും കൂടിയതാണ് ഫൈനൽ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ മാത്രം പറയുന്ന മറ്റൊരു പേരാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ബാലൻസ് ഷീറ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൊസിഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റും അടങ്ങിയതാണ് ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഇവ ഓരോന്നും പഠിക്കാം. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു നോ ദ ട്രേഡിംഗ് റിസൾട്ട് ഓർ to know the result of buying and selling of goods and services. ഇനി നമുക്ക് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളാണ് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിൽ ഡയറക്റ്റ് ഇൻകം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ദെൻ പർച്ചേസ് ഉണ്ടെങ്കിൽ ആ പർച്ചേസ് നമ്മൾ എഴുതുന്നു. ലെസ് പർച്ചേസ് റിട്ടേൺ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ പർച്ചേസിൽ നിന്നത് നമ്മൾ ലെസ് ചെയ്യണം. പർച്ചേസ് റിട്ടേണിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺ ആണെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അതിന് താഴെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ലെസ് റിട്ടേൺ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ടാകും. ദെൻ സെയിൽസ് റിട്ടേണിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവാർഡ്സ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉള്ള ഐറ്റംസ്. ഇത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഏത് സൈഡാണോ കൂടുതൽ നോക്കുക, ചെലവ് സൈഡാണോ അതോ വരവ് സൈഡാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചെലവ് സൈഡാണ് കൂടുതലെങ്കിൽ അഥവാ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഗ്രോസ് ലോസ് ആയിരിക്കും. വരവ് സൈഡാണ് കൂടുതലെങ്കിൽ കിട്ടുന്ന ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അഥവാ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ഗ്രോസ് ലോസ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകൾ, അഥവാ പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ ആ സാധനങ്ങൾ സ്ഥാപനത്തിലോട്ട് കൊണ്ടുവരാനുമായി ബന്ധപ്പെട്ട ചിലവുകളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകളെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫാക്ടറിയുമായി ബന്ധമുള്ള ചിലവുകളെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ പല രീതിയിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരേജ്, കാർട്ടേജ് ആൻഡ് ഫ്രൈറ്റ് അഥവാ ഇതെല്ലാം പറയുന്നത് എക്സ്പെൻസസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് അഥവാ പർച്ചേസുമായി ബന്ധപ്പെട്ട ചിലവുകളാണ് കാരേജ്, കാർട്ടേജ്, ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ. കടത്ത് കൂലി, ചുമട്ട് കൂലി എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇവ മൂന്നും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. മറ്റൊന്ന് വേജസ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. അഥവാ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നൽകുന്നതാണ് വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്.
ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വേജസ് ആൻഡ് സാലറി എന്ന് ഒരുമിച്ച് തരും. അങ്ങനെ വേജസ് ആൻഡ് സാലറീസ് തന്നു കഴിഞ്ഞാൽ ആദ്യം വേജിനെ പറഞ്ഞത് കൊണ്ട് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സാലറി ആൻഡ് വേജസ് തന്നാൽ സാലറിയെ ആദ്യം പറഞ്ഞത് കൊണ്ട് നമുക്ക് സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുക എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തതാണ് കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആൻഡ് ഡോക്ക് ചാർജസ്. ഇവ പറയുന്നത് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ഡോക്ക് ചാർജ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അടുത്തതാണ് ഒക്ട്രോയ്. ഒക്ട്രോയ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒരു സ്റ്റേറ്റ് ബോർഡറിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് ഒക്ട്രോയ്. അഥവാ ഫോർ ക്രോസിങ് ദി സ്റ്റേറ്റ് ബോർഡർ, സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്നതാണ് ഒക്ട്രോയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്താണ് റോയൽറ്റീസ്. റോയൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് ദി റൈറ്റ് ഓഫ് ദി അതർ പേഴ്സൺ, മറ്റൊരാളുടെ അവകാശം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്നതാണ് റോയൽറ്റീസ് എന്ന് പറയുന്നത്. ഈ റോയൽറ്റീസ് പർച്ചേസുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആവും, സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആവും എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്താണ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യുവൽ, പവർ. ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. അടുത്താണ് കൺസ്യൂമബിൾ സ്റ്റോർസ്. കൺസ്യൂമബിൾ സ്റ്റോർസിൽ വരുന്നതാണ് ഈസ്, വേസ്റ്റ്, എൻജിൻ ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നമുക്ക് കൺസ്യൂമബിൾ സ്റ്റോർസിൽ ഉൾപ്പെടുത്താം. അടുത്താണ് ഫാക്ടറി എക്സ്പെൻസസ്. ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ചിലവുകൾ നമുക്ക് ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഹീറ്റിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉൽപ്പാദനമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട ചിലവുകളെ പറയുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ലഭിച്ച ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആ ഒരു ബാലൻസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുക. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം അത് എഴുതും. ഗ്രോസ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലത് ആദ്യം എഴുതും. ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. എന്നാൽ ലാസ്റ്റ് നമ്മളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. എക്സ്പെൻസ് സൈഡാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് ലോസ് ആയിരിക്കും. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യും. നെറ്റ് ലോസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലുണ്ടാകും, എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും ക്രെഡിറ്റ് സൈഡിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൊസിഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ലയബിലിറ്റി സൈഡ് ഉണ്ടാവും, അസറ്റ് സൈഡ് ഉണ്ടാവും. ലയബിലിറ്റി സൈഡിൽ എല്ലാ ലയബിലിറ്റീസും, കറൻറ്റ് ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടാവും. അതിന് പുറമെ ക്യാപിറ്റൽ ഉണ്ടാവും. ക്യാപിറ്റലിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലും ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് ഉണ്ടാവും, അതിൽ തന്നെ ടാഞ്ചിബിൾ ഉണ്ടാകും, ഇൻടാഞ്ചിബിൾ ഉണ്ടാവും, അതുപോലെ കറൻറ്റ് അസറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ലോങ് ടേം ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്, കറൻറ്റ് അസറ്റ് നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കണ്ടു, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് മനസ്സിലാക്കി അല്ലേ? ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. എന്തായാലും ഇവ ചോദിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള നമ്മൾ നോക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? ആൻ എക്സ്പെൻസ് ഇസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് യെറ്റ്. ഏതൊരു ചിലവ് കൊടുക്കാൻ സമയമായിട്ടുണ്ടോ പക്ഷേ ഇതുവരെയും കൊടുത്തിട്ടില്ല. അഥവാ ഈ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് ആയിരുന്നു പക്ഷേ ഇതുവരെ അത് കൊടുത്തിട്ടില്ല. എന്തിനാ മനസ്സിലാക്കുക? ഈ വർഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കൊടുക്കേണ്ട ഒരു ചിലവ് പക്ഷെ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും കൊടുക്കാതെ നിലനിൽക്കുന്നത് കൊണ്ട് അത് ബാധ്യതയല്ലേ? കൊടുക്കാനുള്ള ഒരു ചിലവ് കൊടുക്കുന്നത് വരെ ഒരു ബാധ്യതയാണ് അല്ലേ? നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എക്സ്പെൻസ് ഏത് എക്സ്പെൻസാണ് നോക്കുക. ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും, വേജസ് ആകാം. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും, സാലറി ആകാം, കമ്മീഷൻ ആകാം, റെൻ്റ് ആകാം. ഏത് വാങ്ങട്ടെ, ഏത് എക്സ്പെൻസ് ആണോ കൊടുക്കാൻ സമയമായിട്ട് കൊടുക്കാത്തത് ആ എക്സ്പെൻസിനോട് കൂടി എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അത് ആഡ് ചെയ്യുക. ഉദാഹരണം ഇപ്പോൾ സാലറി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ സാലറി എന്ന് എഴുതാം. സാലറി എന്ന് എഴുതിയിട്ട് സാലറിയുടെ തുക ഇപ്പോൾ ഒരു 500 രൂപയാകണമെങ്കിൽ ഇവിടെ എഴുതാം.
ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് നമുക്കൊരു 100 രൂപ എന്ത് ചെയ്യാം, ആഡ് എന്ന് പറഞ്ഞിട്ട് 100 രൂപ ആഡ് ചെയ്തിട്ട് അതിന് ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് എഴുതാൻ പറ്റും. ദെൻ ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എത്രയാണ് യഥാർത്ഥത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്, കൊടുക്കാൻ സമയത്ത് കൊടുക്കാതെ ബാധ്യതയായിട്ട് എത്രയാണ് നിൽക്കുന്നത്, 100 രൂപ അല്ലേ, ആ 100 രൂപ ബാധ്യതയാണ്. സോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ഈ 100 രൂപ നമ്മൾ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏത് എക്സ്പെൻസ് ആണോ അതിനോട് കൂടി ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലോ എവിടെയാണോ അവിടെ ആഡ് ചെയ്തിട്ട് എഴുതുക. തന്നെ എത്രയാണോ യഥാർത്ഥത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് അത് ബാലൻസ് ഷീറ്റിൻ്റെ ബാധ്യത സൈഡിൽ അഥവാ ലയബിലിറ്റി സൈഡിൽ എഴുതുക. രണ്ടാമത്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ്? അൺഎക്സ്പെയർഡ് എക്സ്പെൻസും എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ചിലപ്പോൾ എക്സാമിന് അൺഎക്സ്പെയർഡ് എന്ന് വരും അല്ലേ, അൺഎക്സ്പെയർഡ് എക്സ്പെൻസ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല, പക്ഷെ നമ്മൾ മുൻകൂട്ടി കൊടുത്തു, അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നവരാണ് എന്ത്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും കമ്മീഷൻ ആവട്ടെ റെൻ്റ് ആവട്ടെ ഏതൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇയർ, ഓരോ അക്കൗണ്ടിങ് ഇയറിലേക്കുള്ള ഫൈനൽ അക്കൗണ്ടാണ് ആ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ തയ്യാറാക്കുക അല്ലേ. അപ്പോൾ ആ അക്കൗണ്ടിങ് ഇയറുമായി ബന്ധപ്പെട്ട പെയ്ഡ് ചെയ്തത് അതുപോലെ തന്നെ കൊടുക്കാനുള്ളതും റിസീവ് ചെയ്തതുപോലെ കിട്ടാനുള്ളതും മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി കൊടുത്തു, അടുത്ത വർഷത്തേക്കുള്ള ഒരു പക്ഷേ ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി കൊടുത്തത് ഈ വർഷത്തിൽ വരാൻ പാടില്ലല്ലോ. സോ പ്രീപെയ്ഡ് എക്സ്പെൻസിന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇപ്പോൾ ഇതേ ഉദാഹരണം എടുക്കാം, നമുക്ക് സാലറി തന്നെ എടുക്കാം. സാലറി 500 ഉണ്ട്, ഇത് അതിൻ്റെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി കൊടുത്ത് അടുത്ത വർഷത്തേക്കുള്ള സാലറി 100 രൂപ കൂടി അതിലുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിൽ ലെസ് ചെയ്യണം. എന്താ ഇവിടെ ലെസ് എന്ന് കൊടുക്കുക, ലെസ് സാലറി 100 രൂപ. അങ്ങനെ എത്ര ഉണ്ടാവും ഇവിടെ, 400 ഉണ്ടാവും. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ, മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചിലവ് മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അസറ്റാണ്. സോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യാം, പ്രീപെയ്ഡ് സാലറി എന്താണോ പ്രീപെയ്ഡ് ഉള്ളത് അതോടെ അസറ്റ് സൈഡിൽ കാണിക്കുക. അങ്ങനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതിനടുത്ത് നോക്കൂ, അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഈസ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് യെറ്റ്. ഒരു വരവ്, എന്തോ ഒരു വരവ് ഈ വർഷത്തിൽ നമുക്ക് കിട്ടാനുണ്ട്, പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല, കിട്ടാൻ സമയമായിട്ടും കിട്ടാത്ത ഒരു വരവ്, അതാണ് അക്രൂഡ് ഇൻകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, ഇതുവരെ പറഞ്ഞ രണ്ടും എക്സ്പെൻസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഐറ്റംസ് വരിക. ഇൻകം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇൻകം സൈഡിലാണ് വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മീഷനാണെന്ന് വിചാരിക്കാം, നമുക്കൊരു കമ്മീഷൻ ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഒരു കമ്മീഷന് 500 രൂപ ഉണ്ട്, കമ്മീഷൻ ഇവിടെ ഒരു 600 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ അക്രൂഡ് കമ്മീഷനായിട്ട് ഒരു 50 രൂപ ഉണ്ട് വിചാരിക്കാം, അക്രൂഡ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ വർഷം കിട്ടേണ്ടതാണ് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പം കിട്ടാനുണ്ടായത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യണം, ആഡ് 50. ദെൻ 650 ഔട്ടർ കോളത്തിൽ എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിൽ എത്രയാണോ യഥാർത്ഥത്തിൽ കമ്മീഷൻ കിട്ടിയത് പ്ലസ് കിട്ടാനുള്ളത് കൂടി ഈ വർഷം കിട്ടേണ്ട തുക കൂടി ആഡ് ചെയ്ത് കാണിക്കുന്നു. ദെൻ അക്രൂഡ് ഇൻകം അല്ലേ, സമയമായിട്ടും കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതാണ്, കിട്ടും അല്ലേ, അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് വരിക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. സോ അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തുക 50 രൂപ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ അക്രൂഡ് ഇൻകം മനസ്സിലാക്കുക, ഇൻകം സൈഡിൽ ആഡ് ചെയ്യുക, ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതാം. then അടുത്ത് നോക്കൂ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏതോ ഒരു വരവ് നമുക്ക് മുൻകൂട്ടി കിട്ടി, ഈ വർഷം കിട്ടേണ്ടതല്ല പക്ഷേ ഈ വർഷം തന്നെ അത് കിട്ടി, അടുത്ത വർഷം കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ വർഷത്തെ തുകയുടെ കൂടെ അടുത്ത വർഷത്തേക്കുള്ളതും കിട്ടി, അതിൻ്റെ അർത്ഥം അത് ഈ വർഷത്തേക്കുള്ളതല്ല. അങ്ങനെ ഏതെങ്കിലും വരവ് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വരവാണല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരിക, ഏത് വരവാണോ മുൻകൂട്ടി കിട്ടിയിട്ടുള്ളത് ആ വരവ് ആദ്യം എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് മുൻകൂട്ടി കിട്ടിയ തുക എത്രയാണോ അഥവാ അടുത്ത വർഷത്തേക്കുള്ള എത്രയാണോ അത് ലെസ് ചെയ്യുക. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ശ്രദ്ധിക്കുക, ഇൻകം സൈഡിൽ ഏതാണോ വരവ് അത് എഴുതി വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയിട്ടുള്ളത് ലെസ് ചെയ്യുക. ദെൻ ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസ് ആയിട്ട് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുക.
ഓക്കെ, അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ഇപ്പോൾ ഏതൊക്കെ വന്നു നോക്കൂ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നു, ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്നു, ദെൻ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നു, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകവും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 4 കാര്യം ട്രീറ്റ് ചെയ്യേണ്ടത്. ഷുവറാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും 2 അഡ്ജസ്റ്റ്മെൻറ്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാഡ് ഡെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് എല്ലാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാക്കടം അല്ലേ. സ്ഥാപനത്തിന് ഇങ്ങോട്ട് പണം തരാനുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലേ. ഇങ്ങോട്ട് പണം തരാനുള്ള പാർട്ടി അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് ഒരു അസറ്റാണ് അല്ലേ, നമുക്കറിയാം. അസറ്റ് സൈഡിലാണ് അത് കാണിക്കാറ്. അപ്പോൾ ഈ ഒരു സൺട്രി ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത്. പണം തരാനുള്ളതിൽ നിന്ന് ചില ആളുകളുടെ പണം കിട്ടൂല എന്ന് ഉറപ്പ് വരികയാണെങ്കിൽ അത് നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ ബാഡ് ഡെപ്റ്റ് ഈസ് എ എക്സ്പെൻസ് ഓർ ലോസ് ടു ദി ഫേം. സ്ഥാപനത്തിന് ബാഡ് ഡെപ്റ്റ് എന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കുക. അപ്പോൾ പല രീതിയിൽ ഈ ഒരു ബാഡ് ഡെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയൊക്കെ എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നോക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നു. അഥവാ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നു. ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം, ബാഡ് ഡെപ്റ്റ് 1000 എന്ന് തന്നു വിചാരിക്കാം. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നു. വേറെ അഡ്ജസ്റ്റ്മെൻറ്റിലോ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിനെ കുറിച്ചോ വേറെ ഒന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എഴുതാം ബാഡ് ഡെപ്റ്റ്. അതോടുകൂടി അത് തീർന്നു. ബാഡ് ഡെപ്റ്റിന് ട്രയൽ ബാലൻസ് തരികയും വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിന് പോലെ മറ്റു എക്സ്പെൻസിനെ പോലെ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇനി ചില സമയത്ത് ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് തരികയും അഡ്ജസ്റ്റ്മെൻറ്റിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് ഓർ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് തരികയും ചെയ്താൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് മനസ്സിലാക്കുക. ബാഡ് ഡെപ്റ്റ് ആൾറെഡി ട്രയൽ ബാലൻസിലുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ അതിന് പുറമെ ട്രയൽ ബാലൻസിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു തുക തന്നാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്സിൽ ബാഡ് ഡെപ്റ്റ് എഴുതുന്നു. അതിലേക്ക് എന്ത് ആഡ് ചെയ്യുക? ഈ ഒരു പുതിയ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ് ഒരു ഫർദർ ബാഡ് ഡെപ്റ്റ്. എത്ര ഇവിടെ ഉള്ളത്? 500 അല്ലേ. അപ്പോൾ ഇത് ന്യൂ ബാഡ് ഡെപ്റ്റിന് എന്ത് ചെയ്യുക? ഈ 1000 ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ഈ 500 കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് 1500 ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ന്യൂ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെ തുക ഇന്നർ കോളത്തിൽ 1000 എഴുതുന്നു. then അതിലേക്ക് ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ് ഔട്ടർ കോളത്തിലേക്ക് 1500 എഴുതേണ്ടത്. ഓക്കെ, ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ന്യൂ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ വർഷം പുതുതായിട്ട് വന്ന ബാഡ് ഡെപ്റ്റ് അല്ലേ. സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് 10,000 ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എഴുതുക. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് എഴുതുമ്പോൾ ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ഈ ന്യൂ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 500 ലെസ് ചെയ്യണം. ന്യൂ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 500 ലെസ് ചെയ്യണം. ഈ 1000 ലെസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാഡ് ഡെപ്റ്റ് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്ന ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യേണ്ടതില്ല. കാരണം ആ ഒരു ബാഡ് ഡെപ്റ്റ് കുറച്ചതിന് ശേഷമുള്ള സൺട്രി ഡെപ്റ്റേഴ്സാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കുറയ്ക്കേണ്ടതില്ല. ന്യൂ ബാഡ് ഡെപ്റ്റ് അഥവാ ന്യൂ ബാഡ് ഡെപ്റ്റ് ഒരു ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യണം? ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ ഇവിടെ എഴുതുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലേ 10,000 ലെസ് ന്യൂ ബാഡ് ഡെപ്റ്റ്. ന്യൂ ബാഡ് ഡെപ്റ്റ് എത്രയുള്ളത്? 500 കിട്ടുക. 9,500 ഔട്ടർ കോളത്തിൽ എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടാമത്തെ ന്യൂ ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ 2 അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒന്ന് ബാഡ് ഡെപ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്സ് അതിൽ ആഡ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് അസറ്റ്സിൽ അത് കുറച്ചിട്ട് എഴുതുന്നു. ഇനി അടുത്ത വരുന്നതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ ചില ഡെപ്റ്റേഴ്സ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംശയത്തിൻ്റെ നേരിലുള്ളത് അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. അതായത് അതിന് നമ്മൾ പ്രൊവിഷൻ കൊടുക്കും.
അത് സാധാരണ പ്രൊവിഷൻ കാണാൻ സൺട്രി ഡെപ്റ്റേഴ്സിന്മേലാണ് പ്രൊവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം സൺട്രി ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഉണ്ടാകുന്നത്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10% സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 10% പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ നമ്മൾ ചെയ്യാം? പീരിയഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യം ന്യൂ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ദെൻ നമ്മൾ പ്രൊവിഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ പ്രൊവിഷൻ 10% നമ്മൾ കാണണം അല്ലേ. ഇത് നമ്മൾ കണ്ടു, ന്യൂ ബാഡ് ഡെപ്റ്റ് നമുക്ക് കിട്ടി, പ്രൊവിഷൻ 10% കാണണം. ഈ 10% ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൺട്രി ഡെപ്റ്റേഴ്സിന് 10%. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയുള്ള ഇവിടെ? 10,000 സൺട്രി ഡെപ്റ്റേഴ്സ് ഉള്ളത് അല്ലേ. പക്ഷേ ഈ സൺട്രി ഡെപ്റ്റേഴ്സ് 10,000 തന്നതിന് ശേഷം പുതിയ ബാഡ് ഡെപ്റ്റ് ഇവിടെ 500 ഇല്ലേ, പുതിയ ബാഡ് ഡെപ്റ്റ് 500 ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 10,000 സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ന്യൂ ബാഡ് ഡെപ്റ്റ് കുറക്കണം. ന്യൂ ബാഡ് ഡെപ്റ്റ് കുറച്ച് എത്ര കിട്ടുക? 9,500. അഥവാ ഈ 9,500ൻ്റെ 10% ആണ്. അത് എത്ര ഉണ്ടാവും? 950. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ്. അപ്പം പ്രൊവിഷൻ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ആദ്യം ന്യൂ ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് കുറക്കണം, എന്നിട്ട് കിട്ടുന്ന തുകയിന്മേലാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് കാണേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ എത്ര കിട്ടി? നമുക്ക് 950 കിട്ടിയില്ലേ. സോ അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് എത്ര? 950. ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബാഡ് ഡെപ്റ്റിൻ്റെ തുക ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഔട്ടർ കോളത്തിലേക്ക് എഴുതിയാൽ മതി. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ചെയ്യാം? ബാലൻസ് ഷീറ്റ് ആൾറെഡി ന്യൂ ബാഡ് ഡെപ്റ്റ് കുറച്ചു അല്ലേ. ഇനി എന്തുകൂടി കുറക്കണം? പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ടല്ലേ 980, അതുകൂടിയും അതിൽ നിന്ന് ലെസ് ചെയ്യണം. 950 കൂടി അതിൽ നിന്ന് ലെസ് ചെയ്യണം. ആ 950 കൂടിയും അതിൽ നിന്ന് ലെസ് ചെയ്തെന്ന് കിട്ടുന്ന തുകയാണ് എന്ത് ചെയ്യുക? സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ആ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് വന്നാൽ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിനോട് കൂടി ന്യൂ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, പ്ലസ് പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് ആഡ് ചെയ്യുക. എങ്ങനെ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് കാണുക? ക്വസ്റ്റ്യനിലെ ട്രയൽ ബാലൻസിലെ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ന്യൂ ബാഡ് ഡെപ്റ്റ് കുറച്ച ശേഷം കിട്ടുന്ന തുകയിന്മേൽ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ തുക ബാഡ് ഡെപ്റ്റിനോട് കൂടി ന്യൂ ബാഡ് ഡെപ്റ്റിനോട് കൂടി പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ആദ്യം ന്യൂ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യുക, അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റും ലെസ് ചെയ്തതിന് ശേഷമുള്ള തുകയായിരിക്കും പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ എന്താ? ഫിക്സഡ് അസറ്റിൻ്റെ വില കുറയുന്നതിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏത് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണോ തന്നിട്ടുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണോ തന്നിട്ടുള്ളത് നോക്കാം. ആ ഒരു അസറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ ബാലൻസ് ഷീറ്റിൽ ഏതാണോ അസറ്റ് അതിൽ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ തുക കുറച്ചിട്ട് എഴുതാം. ഉദാഹരണം പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്കൊരു 10,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി വിചാരിക്കുക. അതിന് 10% ഡിപ്രീസിയേഷൻ. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ 10% എത്ര ഉണ്ടാവും? 10,000ൻ്റെ 1000 ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് 1000 ഡിപ്രീസിയേഷൻ, മനസ്സിലായല്ലോ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എത്ര എഴുതാം? 1000 എഴുതാം. ദെൻ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതും അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയുണ്ട്? യഥാർത്ഥ തുക 10,000 ഉണ്ട് അല്ലേ. സോ നമ്മൾ ഇന്നർ കോളത്തിൽ 10,000 എഴുതും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡിപ്രീസിയേഷൻ 10% എഴുതി തള്ളിയിട്ടുണ്ട്. എത്ര ഡിപ്രീസിയേഷൻ? 1000. സോ ലെസ് ഡിപ്രീസിയേഷൻ 1000 എന്നിട്ട് 9,000 ആയിരിക്കും ഔട്ടർ കോളത്തിലോട്ട് എഴുതുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റെസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ ആൻഡ് ബാഡ് ഡെപ്റ്റ്. ഇനി ബാഡ് ഡെപ്റ്റിൻ്റെ ചില സമയത്ത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും തരും.
ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ബാഡ് ഡെപ്റ്റിനോട് കൂടി ന്യൂ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആഡ് ചെയ്തു. അങ്ങനെ കിട്ടിയതിൽ നിന്ന് എന്ത് ചെയ്യാം, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്ത് കാണിക്കാം. ഒരു രീതി അങ്ങനെയാണ്. ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് പ്രൊവിഷൻ എന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന ബാഡ് ഡെപ്റ്റിനോട് കൂടി ന്യൂ ബാഡ് ഡെപ്റ്റ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് പ്രൊവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാലും സെയിം ഇഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ശങ്കർ ആസ് ഓൺ 31 ഡിസംബർ 2013. 2013 പ്രകാരമുള്ള ഒരു ട്രയൽ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ട്രയൽ ബാലൻസിന് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഉണ്ടാകും. ഈ ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ എക്സ്പെൻസുകളായിരിക്കും അല്ലെങ്കിൽ അസറ്റുകളായിരിക്കും. ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും അല്ലെങ്കിൽ അസറ്റുകളായിരിക്കും. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചിരിക്കുന്നത് ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇവയായിരിക്കും ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഐറ്റം നോക്കാം, പർച്ചേസ് 49,500 അതൊരു എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. രണ്ടാമത് നോക്കുക സെയിൽസ്, ഇൻകം ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അടുത്ത് നോക്കൂ റിട്ടേൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏത് റിട്ടേൺ ആണെന്ന് കൊടുത്തിട്ടില്ല, അഥവാ പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ എന്ന് കൊടുത്തിട്ടില്ല. റിട്ടേൺ എന്ന് മാത്രം തന്നാൽ എങ്ങനെയാണ് നമ്മളിത് പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പർച്ചേസ് ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുക. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അതിൻ്റെ അർത്ഥം ഇവിടെ 2000 ക്രെഡിറ്റിൽ തന്നിട്ടുള്ളത് പർച്ചേസ് റിട്ടേൺ ആണ്. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക, അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പോൾ 1500 ഡെബിറ്റ് സൈഡിൽ റിട്ടേൺ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അത് സെയിൽസ് റിട്ടേൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സെയിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺ കാണിക്കുക, പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പർച്ചേസ് റിട്ടേൺ കാണിക്കുക. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നോക്കൂ ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 2200 ഡെബിറ്റ് സെയിലുണ്ട്, 1300 ക്രെഡിറ്റ് സെയിലുണ്ട്, അഥവാ എക്സ്പെൻസും ഉണ്ട് ഇൻകവും ഉണ്ട്. അടുത്ത ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കാണിക്കുക. അടുത്ത ഡെപ്റ്റേഴ്സ് ആണ് ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സെയിൽ കാണിക്കും, ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സെയിൽ കാണിക്കും. അടുത്ത പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൾഡ് പ്രൊവിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ തന്നാൽ അത് ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ബാഡ് ഡെപ്റ്റിനോട് കൂടി ന്യൂ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തതിന് ശേഷം ഓൾഡ് പ്രൊവിഷൻ അതിൽ നിന്ന് ലെസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം സ്റ്റോക്കാണ് 1/1/2013 അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അടുത്ത് നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് സാധാരണ അസറ്റ് അല്ലേ, അസറ്റ് ഡെബിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്, പക്ഷേ ഇവിടെ ബാങ്ക് തന്നോട് മനസ്സിലാക്കുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത് ക്യാഷ് അസറ്റാണ്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും, എക്സ്പെൻസ് ആണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ലീസ് ഹോൾഡ് പ്രിമൈസസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കെട്ടിടം എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഇത്രയും ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിന് പുറമെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 19,800. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനോ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ എഴുതാനും ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കും. അടുത്താണ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് 5%. ബാഡ് ഡെപ്റ്റ് കാണുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണേണ്ടതുണ്ട് 5% ക്വസ്റ്റ്യനിൽ പറയുന്നു. അടുത്ത സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 500 രൂപയുണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയോട് കൂടി ആഡ് ചെയ്യും. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് തുക ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അടുത്ത ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഈസ് വാല്യൂഡ് അറ്റ് 150. സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 150 രൂപ അതിൽ കാണിക്കുന്നുണ്ട്. ദെൻ ഡിപ്രീസിയേറ്റ് ലീസ് ഹോൾഡ് പ്രിമൈസസ്, അഥവാ ഒരു അസറ്റാണ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ 20% കാണേണ്ടതുണ്ട്. ആ 20% കണ്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ആ അസറ്റ് എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള ബാക്കി തുകയാണ് എഴുതുക. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യാനാണ്. എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർമാറ്റ് നമുക്കറിയാം. ആദ്യ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ 16,000 എഴുതി, ക്വസ്റ്റ്യനിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിന് താഴെ പർച്ചേസ് എഴുതി, പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ പർച്ചേസിൻ്റെ തുക എഴുതി നിന്ന് റിട്ടേൺ കുറച്ചു. 47,500 ഔട്ടർ കോളത്തിൽ എഴുതി. ഇതിനടുത്തത് ക്വസ്റ്റ്യനിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ആകെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളൂ, വേജസ് മാത്രം, അതുകൊണ്ട് ആ വേജസ് 2,500 എഴുതി. ദെൻ ഇനിയുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം ഒന്ന് വരിക സെയിൽസ് ആണ്. സെയിൽസ് 81,000 എഴുതി, അതിൽ നിന്ന് റിട്ടേൺ സെയിൽസ് റിട്ടേൺ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ഔട്ടർ കോളത്തേക്ക് 79,500 കിട്ടും. ദെൻ ഇനി നമുക്ക് എഴുതാനുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് 19,800 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ തുക. അപ്പോൾ അതും നമ്മൾ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരിക. മനസ്സിലാക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുക ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, റിട്ടേൺ ഉണ്ടെങ്കിൽ അത്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ അത് മാത്രം എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും റിട്ടേൺ ഉണ്ടെങ്കിൽ അതും ക്ലോസിംഗ് സ്റ്റോക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി ടോട്ടൽ ചെയ്യുക, രണ്ട് ഭാഗം ചെയ്ത് നോക്കുക, ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ഇവിടെ വരുന്നത് ക്രെഡിറ്റ് സൈഡ് അഥവാ ഇൻകം സൈഡാണ്. 99,300 കിട്ടുന്നത്. അത് നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് 99,300. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ലെസ് ചെയ്തപ്പോൾ 33,300 രൂപ കിട്ടി. അഥവാ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും വരവ് സൈഡും ചെലവ് സൈഡും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വരവ് സൈഡ് കൂടിയത് കൊണ്ട് കിട്ടിയിട്ടുള്ള ആ ഡിഫറൻസ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നതിന് നേരെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 33,300 ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഒരൊറ്റ അക്കൗണ്ടിലാണ് ചെയ്യുക, രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യുക. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടും പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കിട്ടിയിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നേരെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം അത് എഴുതി വെക്കണം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുമ്പോൾ 33,300 നമ്മൾ ആദ്യം അത് എഴുതി വെച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിലും എല്ലാ ഇൻഡയറക്റ്റ് ഇൻകം ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. കാരണം ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം നമ്മൾ ആൾറെഡി എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറീസ്. സാലറീസ് എഴുതുമ്പോൾ ഓരോ എക്സ്പെൻസുകൾ എഴുതുമ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുക, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. സാലറീസ് എഴുതി 3,500. സാലറിയെ കുറിച്ചൊരു ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട് അല്ലേ. അതിനർത്ഥം സാലറിയിലേക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അങ്ങനെ 3,500ലേക്ക് 500 ആഡ് ചെയ്താൽ 4,000 കിട്ടും. ഓക്കെ, ഇനി ഇതേ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ 500 രൂപ നമ്മൾ എഴുതേണ്ടതുണ്ട്. അടുത്ത ഡിസ്കൗണ്ട് എക്സ്പെൻസും ഉണ്ട് ഇൻകം ഉണ്ട്. അഥവാ ഡിസ്കൗണ്ടിൻ്റെ തുക ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ എക്സ്പെൻസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ ഇൻകം ആയിരിക്കും. ഇവിടെ ഡെബിറ്റ് സൈഡിലും എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലും എമൗണ്ട് ഉണ്ട്. അതിനർത്ഥം ഡെബിറ്റ് സൈഡിൽ തന്നത് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ 2,200 ഡെബിറ്റ് സൈഡിൽ എഴുതി. ക്രെഡിറ്റ് സൈഡിൽ തന്ന എമൗണ്ട് ഡിസ്കൗണ്ട് 1,300 അത് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇൻകം സൈഡിലും എഴുതി. അടുത്ത പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയെ കുറിച്ച് ഒരു ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എഴുതിയതിനു ശേഷം അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ തുക കുറച്ച് ബാക്കി കിട്ടുന്ന തുകയാണ് എഴുതേണ്ടത്. ഔട്ടർ കോളത്തേക്ക് എഴുതുമ്പോൾ 1,150 വരും. അടുത്ത് ഡിപ്രീസിയേഷൻ ഓൺ ലീസ് ഹോൾഡ് പ്രിമൈസസിൻ്റെ തുക എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. ആ 25,000-ൻ്റെ 20% പറഞ്ഞിട്ടുള്ളത്. 20% നമുക്കറിയാം 5,000 ഉണ്ടാകും. ആ 5,000 രൂപ ഡിപ്രീസിയേഷനായിട്ട് ഇവിടെ കാണിക്കണം. ഇവിടെ ഡിപ്രീസിയേഷൻ തുക മാത്രം കാണിച്ചാൽ മതി. ദെൻ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ആ ലീസ് ഹോൾഡ് പ്രിമൈസസിൽ നിന്ന് ഈ 5,000 കുറച്ചതിന് ശേഷമുള്ള ബാക്കി തുകയായിരിക്കും ബാലൻസ് ഷീറ്റിൻ്റെ ഔട്ടർ കോളത്തിലോട്ട് എഴുതുക. അടുത്ത ബാഡ് ഡെപ്റ്റ് നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 800 അതിലേക്ക് ന്യൂ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് ഇല്ല. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തന്നിട്ടുണ്ട് 5%. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5% കാണേണ്ടത്. പ്രൊവിഷൻ കാണേണ്ടത് മനസ്സിലാക്കുക, സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ 5%. സൺട്രി ഡെപ്റ്റേഴ്സ് ഇവിടെ തന്നിട്ടുള്ളത് 20,000 രൂപയാണ്. 20,000 രൂപയുടെ 5% പറഞ്ഞാൽ 1,000 രൂപ ഉണ്ടാവും. സോ ബാഡ് ഡെപ്റ്റിലേക്ക് ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ് 5% അഥവാ 1,000 രൂപ ആഡ് ചെയ്താൽ 1,800 കിട്ടും. പക്ഷേ ഇവിടെ ഇതേ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ ഓൾഡ് പ്രൊവിഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ പ്രൊവിഷൻ തന്നാൽ അത് ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും നമുക്കറിയാം. അത് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അങ്ങനെ 1,800 നിന്ന് 1,200 കുറച്ചാൽ ബാക്കി 600 രൂപയാണ് ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഔട്ടർ കോളത്തിലിട്ട് എഴുതാനുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവാം. ക്രെഡിറ്റ് സൈഡിൽ ആകെ ഉള്ളത് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് ആണ്. ആ ഡിസ്കൗണ്ട് നമ്മൾ ആൾറെഡി എഴുതിയിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാം എഴുതി കഴിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗം ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് സൈഡാണ്. 34,600 രൂപ വരുന്നുണ്ട്. ആ 34,600 രൂപ ഡെബിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്താൽ ഒരു ഡിഫറൻസ് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 21,650 രൂപയാണ്. ആ കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. കാരണം ഇൻകം സൈഡ് എക്സ്പെൻസ് സൈഡിനേക്കാൾ കൂടുതലായത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇൻകം സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിനേക്കാൾ അധികമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരെ തിരിച്ച് എക്സ്പെൻസ് സൈഡ് ഇൻകം സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നത് നെറ്റ് ലോസ് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് മനസ്സിലാക്കുക, ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിനോട് കൂടി 21,650 നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകവും മാത്രമേ വരുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ്. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം ലയബിലിറ്റി സൈഡ് ഉണ്ടാവും, അസറ്റ് സൈഡ് ഉണ്ടാവും. ലയബിലിറ്റി സൈഡിൽ ആദ്യം നമ്മൾ ഏതൊക്കെ ലയബിലിറ്റീസാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് നോക്കാം. ആദ്യം നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസാണ് വരുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ എടുത്തെഴുതുക. രണ്ടാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ ട്രയൽ ബാലൻസിൽ നോക്കിയാൽ കാണൂല, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് സാലറി ഇത്രയും രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും മനസ്സിലാക്കുക അത് ലയബിലിറ്റി ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കുക. സോ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 500. ദെൻ സൺഡ്രി ക്രെഡിറ്റേഴ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 18,200. അതിനുശേഷം നോക്കുക ക്യാപിറ്റൽ ഉടമസ്ഥന് കൊണ്ടുവന്ന പണം 33,300 രൂപയുണ്ട്. അതിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കിട്ടിയത് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി അത് ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷം 54,950 ഔട്ടർ കോളത്തിലോട്ട് എഴുതി. ഇനി നമ്മൾ അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് 2,200. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എത്രയാണ് കറക്റ്റ് എന്നുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കാണ് അവിടെ എഴുതിയിട്ടുള്ളത്, 150 അവിടെ എഴുതേണ്ടത്. ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് 20,000 രൂപ ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് പ്രൊവിഷൻ കുറയ്ക്കേണ്ടതുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ടബിൾ ഡെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാൻ വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ 5% എത്ര 1000 രൂപയാണ്. അത് ലെസ് ചെയ്തതിന് ശേഷം 19,000 സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ തുക. ഇതിനടുത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 19,800. ദെൻ ലീസ് ഹോൾഡ് പ്രിമൈസസ് ഒരു അസറ്റാണ് നമുക്കറിയാം. ആ ഒരു ലീസ് ഹോൾഡ് പ്രിമൈസസുമായി ബന്ധപ്പെട്ട് 20% ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടിരുന്നു. ആ 20% ഡിപ്രീസിയേഷൻ 5,000 ആണ്. സോ ലീസ് ഹോൾഡ് പ്രിമൈസസിൻ്റെ തുക 25,000 നിന്ന് ഡിപ്രീസിയേഷൻ 5,000 കുറച്ച് കഴിഞ്ഞാൽ 20,000 രൂപയാണ് ലീസ് ഹോൾഡ് പ്രിമൈസസിൻ്റെ ഇപ്പോഴത്തെ തുക നമുക്ക് കിട്ടും. ദെൻ ഗുഡ് വില്ല് മാറ്റമൊന്നുമില്ല, അതുപോലെ ഗുഡ് വില്ല് 15,000 നേരിട്ട് എഴുതാം. ഇങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ടാലി ആവണം. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് ഷീറ്റിന് രണ്ട് ഭാഗവും ഈക്വൽ ആയിരിക്കും, അഥവാ അസറ്റും ലയബിലിറ്റിയും ഈക്വലായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എല്ലാ വിജയാശംസകളും നേരുന്നു. ഉയർന്ന മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് +2 അക്കൗണ്ടൻസിയിലെ മറ്റു ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.